ഒരുപാട് പേര്, ഞാൻ യഥാർത്ഥം പറഞ്ഞാൽ അധികമൊന്നും കാണുന്നില്ല, പക്ഷെ ഒരുപാട് പേര് സ്ക്രീൻഷോട്ടായിട്ടും വീഡിയോ ഒക്കെ എടുത്ത് എനിക്ക് ഇട്ട് തരാറുണ്ട്. അപ്പോൾ അതിൽ ശ്രീലക്ഷ്മി അറയ്ക്കൽ, ചെകുത്താൻ, ഇങ്ങനെ കുറച്ച് പേരാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ചെകുത്താനെ ഞാൻ വിളിക്കുന്നുണ്ട്, പുള്ളിയുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. കാരണം ഈ അമ്മയുടെ നിലപാട് അറിയണമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അതും കൂടി ചോദിച്ചത്. അപ്പോൾ ചോദിച്ചപ്പോൾ അമ്മ പറയുന്നത് അമ്മ യഥാർത്ഥത്തിൽ ഇതൊന്നും അറിയുന്നില്ല, ആരൊക്കെയോ പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഫാമിലിയിൽ ഇപ്പോൾ ഉള്ള നിലവിലുള്ള മറ്റുള്ളവർ പറഞ്ഞതെന്ന് വെച്ചാൽ അവർക്ക് മാനസികമായിട്ട് വിഷമമുണ്ട് എന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം DGPക്ക് കംപ്ലയിൻറ്റ് കൊടുക്കും. നാളെ കംപ്ലയിൻറ്റ് കൊടുത്തതിന് ശേഷം ഹൈക്കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് കേസെടുപ്പിക്കും, ഒരു മാറ്റവുമില്ല. അധിക്ഷേപിച്ച് കഴിഞ്ഞാൽ സൈബർ സെല്ലിൽ ചിലൊന്നും ഫോൺ എടുത്ത് കേസെടുക്കണമെന്നില്ല, പക്ഷേ ഞങ്ങൾ ഇടപെട്ട് കഴിഞ്ഞാൽ കേസ് എടുപ്പിക്കും. അതുകൊണ്ട് മര്യാദയ്ക്കൊക്കെ ഒതുങ്ങിയാൽ കൊള്ളാം, ഇത്രേ എനിക്ക് പറയാനുള്ളൂ. 24-ലെ ശ്രീലക്ഷ്മി അറയ്ക്കൽ നിങ്ങളൊക്കെ കൂടി ഇരുന്ന ചർച്ചയിലും തമ്മിൽ ശ്രീകണ്ഠൻ നായർ ഷോയിലും എന്നെ വിളിച്ചതാണ്. എനിക്കന്ന് വേറെ 2-3 ചാനലിൽ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഈ ടൈമെല്ലാം ഒന്നായതുകൊണ്ടാണ് ഞാനതിൽ വരാത്തത്. ഞാൻ വന്നിരുന്നുവെങ്കിൽ ശക്തമായിട്ട് പറയുമായിരുന്നു. രാഹുൽ ഈശ്വർ എന്ന് പറയും പോലെയല്ല, അവസാനം പിന്നെ അടിയിലെ കലാശിക്കത്തുള്ളൂ. അത് വേറൊരു വിഷയം. ഓക്കെ, അപ്പോൾ നമ്മളെ കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കാതിരിക്കുക.